ഇറാന്റെ ആണവ പദ്ധതികൾ യു.എസിനും ഇസ്രായേലിനും ആശങ്ക ഉയർത്തുന്നതാണ്. പദ്ധതികളെ തകിടം മറിക്കാൻ വർഷങ്ങളായി യു.എസ് ശ്രമിക്കുന്നു. ട്രംപ് രണ്ടാമതും യു.എസ് പ്രസിഡന്റായി അധികാരമേറ്റ ശേഷമാണ് ഇറാൻ യു.എസ് ആണവ ചർച്ചകൾ തുടങ്ങിയത്. ഒമാന്റെ മധ്യസ്ഥതയിലാണ് പരോക്ഷ ചർച്ചകൾ നടത്തുന്നത്. ചർച്ചകൾ വിജയകരമാണെന്ന് ഇരുപക്ഷവും പറയുമ്പോഴും ഇരു രാജ്യങ്ങളും തമ്മിൽ വാക്പോര് തുടരുന്നുണ്ട്. ഇതിനിടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേൽ പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകൾ വരുന്നു. ഇറാനുമായി ആണവ കരാർ ചർച്ച ചെയ്യാൻ ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നതിനിടെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നീക്കം. ദി ന്യൂയോർക്ക് ടൈംസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇറാന്റെ പ്രധാന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് ചർച്ചകൾ അവസാനിപ്പിക്കുമെന്ന ഭീഷണിയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഉയർത്തുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലി ട്രംപും നെതന്യാഹുവും ഫോൺ സംഭാഷണം നടത്തിയെന്നും ഇരുവരും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട് വാഗ്വാദം ഉണ്ടായെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് ഫലപ്രദമായി തടയുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചായിരുന്നു ഇരുവരും തമ്മിലുള്ള വാക്പോര്. തുടർന്ന് യു.എസ് ഉന്നത ഉദ്യോഗസ്ഥരും മുതിർന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥരും തമ്മിൽ സമീപ ദിവസങ്ങളിൽ നിരവധി കൂടിക്കാഴ്ചകൾ നടത്തിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇറാന്റെ ആണവ പദ്ധതി പരിമിതപ്പെടുത്താനുള്ള തൻ്റെ ശ്രമത്തെക്കുറിച്ച് ട്രംപ് പ്രതികരിച്ചത് അടുത്ത 2 ദിവസത്തിൽ എന്തെങ്കിലും നല്ലത് സംഭവിക്കാം എന്നതാണെന്നും റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. ട്രംപ് ഞായറാഴ്ചയാണ് ഈ അഭിപ്രായ പ്രകടനം നടത്തിയത്. അതിനിടെയാണ് ഈ മാസം തന്നെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേൽ പദ്ധതിയിടുന്നതായി ന്യൂയോർക്ക് ടൈംസ് ഏപ്രിലിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇറാനുമായി ചർച്ച തുടരാൻ ആഗ്രഹിച്ച ട്രംപ് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചു. എങ്കിലും യു.എസ് സഹായമില്ലാതെ സൈനിക നടപടിക്ക് നെതന്യാഹു മുന്നോട്ട് പോവുകയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകളിൽ ഇസ്രായേൽ പങ്കാളിയല്ല. ആണവ വിഷയത്തിൽ ഇറാനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് നെതന്യാഹുവിനും ട്രംപിനും ഉള്ളത്. ഇത് തന്നെയാണ് ഇരുവരും തമ്മിലുള്ള സംഘർഷത്തിനും കാരണമെന്നും ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. അതിനിടെ ഇറാനും യു.എസും തമ്മിൽ ആണവ നിരായുധീകരണം സംബന്ധിച്ച് 5ാം ഘട്ട ചർച്ച റോമിൽ പൂർത്തിയായി. ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചിയും യു.എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. മസ്കറ്റിലും റോമിലുമായാണ് 4 റൗണ്ട് ചർച്ചകൾ നടന്നത്. ചർച്ചയിൽ പുരോഗതിയുണ്ടെന്ന് ഒമാൻ വ്യക്തമാക്കി. നിരവധി നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ചയിൽ പുരോഗതിക്ക് സാധ്യതയുണ്ടെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. നിർദ്ദേശങ്ങളും പരിഹാരമാർഗങ്ങളും അവലോകനം ചെയ്ത ശേഷം അടുത്ത 2 ചർച്ചയുടെ തീയതി തീരുമാനിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആണവായുധ നിർമ്മാണത്തിലുള്ള ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം തടയുകയാണ് യു.എസിൻ്റെ ലക്ഷ്യം. ഇറാൻ ആണവായുധ ശേഷി കൈവരിച്ചാൽ മേഖലയിൽ അസ്ഥിരതയ്ക്ക് ഇടയാക്കുമെന്നും ഇസ്രായേലിനും ഭീഷണിയാകുമെന്നും യു.എസ് കരുതുന്നു. അതേസമയം യു.എസ് പ്രഖ്യാപിച്ച ഉപരോധം പിൻവലിക്കണമെന്നാണ് ഇറാന്റെ ആവശ്യം. ആണവായുധങ്ങളില്ലാത്ത യുറേനിയം സമ്പുഷ്ടീകരണം 60% എത്തിയ ലോകത്തിലെ ഏക രാജ്യം ഇറാനാണെന്ന് യു.എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ മുമ്പ് വ്യക്തമാക്കിയിരുന്നു. 2015 ആണവ കരാറിന് കീഴിൽ നിശ്ചയിച്ചിരുന്ന പരമാവധി 3.67% വളരെ കൂടുതലാണിത്. ഒരു ആണവായുധം നിർമ്മിക്കുന്നതിന് 90% സമ്പുഷ്ടീകരണം ആവശ്യമാണ്.